രാഹുൽ മാക്കൂട്ടത്തിനെ ഒതുക്കി ഇല്ലായ്മ ചെയ്യാനായിട്ട് രംഗത്ത് വന്ന കുറച്ച് മുന്നണി പോരാളികളായിട്ടുള്ള ഒരു 3-4 സ്ത്രീ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പം അവരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് പറയുന്നത് അവർക്കെല്ലാം ഭയങ്കര സൈബർ പുള്ളിങ് ആണെന്നാണ് ഇപ്പം പറയുന്നത്. അനാവശ്യമായിട്ട് കമന്റ് എഴുതിയിട്ട് മാനഹാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുതിയ കമന്റ് ആണല്ലേ അത്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല. അതാ ഞാൻ നിങ്ങളുടെ ഇൻബോക്സിൽ വന്നിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താണ് കാരണം, എന്താ അങ്ങനെ ഒരു കമന്റിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇതിന്റെ ഉത്തരം എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ ലീഗലി നിങ്ങൾക്കെതിരെ ഞാൻ പോകും. എന്നെക്കുറിച്ച് അടിസ്ഥാന വിരുദ്ധമായിട്ട് എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ കമന്റ് ഇട്ടതിനും സ്വാഭാവികമായിട്ട് സൈബർ പുള്ളിങ് ഉണ്ടാവാതിരിക്കില്ല. കാരണം സൈബർ പുള്ളിങ് അല്ല, അത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജനങ്ങളുടെ അഭിപ്രായം പറയാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ അതേ രീതിയിൽ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളും ഇത്തരം സോഷ്യൽ മീഡിയ വഴിയാണ് ഓരോ മനുഷ്യനെ അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് ഒന്നുമല്ലാതാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതേ രീതിയിൽ തന്നെ തിരിച്ചു പറയുമ്പോൾ അത് തങ്ങൾക്കെതിരെയുള്ള സൈബർ പുള്ളിങ് ആണെന്നൊക്കെ എങ്ങനെയാ പറയുന്നത്? ഒരുപാട് ഞാൻ പറഞ്ഞു, ഒരുപാട് നിങ്ങൾ എന്നെ കൊണ്ട് സഹിപ്പിച്ചോന്ന്. നിങ്ങളൊരു ടീമായിട്ടാണല്ലോ നിന്നോട് ഇത്രയും നാളും ഈ പരിപാടി പ്ലാൻ ചെയ്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. എത്ര കാലമായി ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് എങ്കിൽ അതേ പാറ്റേണിൽപ്പെട്ട മറ്റ് വ്യക്തികൾക്കെതിരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? രാഹുൽ മാക്കൂട്ടം മോശക്കാരനാണ്, കോഴിയാണ് എന്നൊക്കെ പറയുന്ന അതേ സ്ത്രീകൾ തന്നെ അതിനേക്കാളും വലിയ കോഴികൾ എന്ന് ഇവിടെ രേഖാമൂലം കൃത്യമായിട്ട് എവിഡൻസ് സഹിതം ഉള്ള കോഴികളോട് പോയി ഒട്ടി നിന്നുകൊണ്ട് വളരെ വെളുങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും അത് തങ്ങളുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ നമ്മളൊരു തെറ്റിനെ എതിർക്കുമ്പോൾ എങ്ങനെയാണ് അത് ഒരേ പാറ്റേണിൽ തന്നെ എതിർക്കണം, ഒരേ കോമൺ ആയിട്ടാണ് എതിർക്കേണ്ടത്. അതല്ലാതെ ഒരു വിഭാഗത്തിലുള്ളത് മാത്രം എതിർക്കുകയും മറ്റു വിഭാഗം വരുമ്പോഴത്തേക്ക് അയ്യോ അത് ഈ എന്താ പറയുക പിണറായിസ്റ്റുകൾ പറയുന്നത് പോലെ അയ്യോ അത് അവിടെ ഞങ്ങളുടെ ഇവിടെ തീവ്രത വളരെ കുറവാണ്, അവിടെ അപ്പുറത്താണെങ്കിൽ തീവ്രത അത് ഭയങ്കരമാണ്, അവിടെ 10-ന് മുകളിലും 20-ന് മുകളിലൊക്കെയാണ് തീവ്രത, ഞങ്ങളുടെ ഇവിടെ വരുമ്പോഴത്തേക്കും വെറും 2-ഉം 3-ഉം ഒക്കെ കാണിക്കുന്നുള്ളൂ തീവ്രത അളക്കുന്ന മെഷീനകത്ത്. അപ്പം അതുകൊണ്ട് അത് തീവ്രതയില്ല. ആ രീതിയിലേക്ക് പറയുന്ന അതേ സ്വഭാവം തന്നെ അല്ലെങ്കിൽ അതേ മാനദണ്ഡം തന്നെയല്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓ, ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് കാണേണ്ടി വന്നേനെ. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായി തീവ്രത അളക്കുന്ന സിസ്റ്റം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനില്ല. ഞാനൊക്കെ പാർട്ടി പറഞ്ഞ കറക്റ്റ് മീറ്ററിൽ നിർത്തി. അതുകൊണ്ടെന്താ, കേസില്ല, കോടതിയില്ല, MLA സ്ഥാനം പോകില്ല, അടുത്ത തുടർ ഭരണത്തിൽ മന്ത്രിസ്ഥാനവും കിട്ടും. ഇങ്ങനത്തെ ടീംസ് ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാ, ടെൻഷൻ വേണ്ട, പാർട്ടി കൂടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നീതിബോധമുള്ള പൊതുസമൂഹം നിങ്ങളെ ചോദ്യം ചെയ്യും. അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു പുരുഷനെ ഒരു സ്ത്രീ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കോഴിയാണ് 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 എന്ന് പരസ്യമായി വിളിച്ചു പറയുമ്പോൾ അതൊരു ദ്വയാർത്ഥത്തിൽ പറയുന്നതാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം രണ്ടെണ്ണത്തിനും കാണിക്കുന്നേ, എന്തിനാ ഒരാളെ കാണിക്കണേ? രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്. ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞ എന്നെ ഇവിടുന്ന് കെട്ടി വലിച്ചു പോലെ വണ്ടിയിൽ തട്ടിക്കൊണ്ടു പോവാണ് ശരി, സമ്മതിക്കാം. ഇത് ഒരു കൊല്ലത്തോളം പുറകെ നല്ല മാന്യമായിട്ട് പോകുന്നു, ഡ്രസ്സ് വാങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അങ്ങനെ വരുന്ന ആൾക്കാര് മുഖം കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഈ പറയുന്ന ചാനലുകളും എല്ലാവർക്കും നിയമത്തിന്റെ എന്തോ സാധ്യതകൾ കുറവുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോ അതാ മനസ്സിലായത്. എന്നിരുന്നാലും ഞാൻ പറയാണ്, നിങ്ങളെ കണ്ട അങ്ങനെ ആരെയും അറിയുന്ന ആൾക്കാരെ നിങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്ക്, കാണട്ടെ. ചാനലിലെ വീട് മക്കളെ നിങ്ങൾ കാണിച്ചു കൊടുക്ക്. ഞാൻ പറയട്ടെ, തെറ്റ് ചെയ്ത ഒരു പെണ്ണാണെങ്കിൽ രണ്ടുപേരും ഈക്വലാണ്, രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു കൊല്ലം പോയത്. അതുകൊണ്ട് അവളെ പീഡിപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഈ പൈസ എല്ലാം തീർന്ന് പുരുഷന്മാരുടെ കയ്യിൽ എല്ലാം തീർന്ന് സ്കൂൾ ഫീസ് കൊടുക്കാൻ പറ്റിയ പൈസയും കൂടെ അടിച്ചു മാറ്റിയിട്ട് എല്ലാം തീർന്നു കഴിയുമ്പോ പുരുഷൻ ശരിയല്ല എന്ന് പറഞ്ഞത് ശരിയാണോ? ആണോ? അത് നിങ്ങളെ കൊണ്ട് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ പോലെ പെണ്ണുങ്ങൾ പ്രതികരിക്കുകയാണ്. അത് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഇനി നിങ്ങളെ പോലുള്ളവരുമാണ് ഇതൊക്കെ പുറത്തുകൊണ്ട് ആൾക്കാരിൽ റീച്ച് കൊടുക്കാൻ.
അല്ലാതെ വെറും ഒറിജിനലായിട്ടുള്ള ഒരു കോഴീനെ അല്ലല്ലോ അവിടെ പരാമർശിക്കുന്നത്. അവിടെ ആ പുരുഷനെ കോഴി എന്ന് പരാമർശിക്കുന്ന ഒരു ദ്വയാർത്ഥ വാക്കിലൂടെയാണ് പ്രയോഗിക്കുന്നത്. കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിനകത്തുള്ള ഒരാൾക്ക് പരാതി നൽകുമ്പോൾ ആ പരാതി നൽകുന്ന സ്ത്രീ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ. എന്നെ കോഴിക്കോട് DCC ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കൊടുത്ത പരാതിയുള്ള BR സുധീഷിന്റെ പരാതി പിൻവലിച്ചാൽ നീ DCC സെക്രട്ടറി ആണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉണ്ട്, DCC പ്രസിഡന്റ് കോഴിക്കോട്. അതിനുശേഷം ഷഹനാസ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഷഹനാസിനെ എവിടെയും അടുപ്പിക്കാറില്ല. പരാതി നൽകുന്ന സ്ത്രീകളെ അത് രാഷ്ട്രീയമാവട്ടെ, സിനിമയാവട്ടെ, സാഹിത്യമാവട്ടെ എല്ലാ ഇടങ്ങളിലും മാറ്റി നിർത്തുന്നതേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കോൺഗ്രസിനകത്ത് കോൺഗ്രസിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അസറ്റാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന്, അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന, സ്ക്രീൻഷോട്ട് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷഹനാസ്. അവർ പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണം എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇന്നും ഞാൻ പറയാം, നാളെ നിങ്ങൾ റെഡിയാണെങ്കിൽ അടൂരുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടില് അവന്റെ അമ്മയുടെയും അവന്റെ മുന്നിൽ ഞാൻ പറഞ്ഞതും അവൻ പറഞ്ഞതുമായിട്ട് എൻ്റെ ഫോൺ ഞാൻ വെക്കും. എനിക്ക് മറച്ചു വെക്കാൻ ഈ ഫോണിൽ ഒന്നുമില്ല. ഏത് പരിശോധനകൾക്കും ഞാൻ വിധേയമാക്കും. ധൈര്യമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ചാനലിന്റെ മുന്നിൽ പറയാൻ ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ല ഹാഷ്മി, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മറുപടി പറയുന്ന, അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വന്ന 24-ന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ ചെയ്തതെന്ന് ഞാൻ ഇന്നലെ കേട്ടത്. എനിക്കറിയില്ല, സത്യാവസ്ഥയൊന്നും അറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പറച്ചിലിലോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ആളുകളുടെ പറച്ചിലിലോ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും MA ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്കില്ല. ഞാൻ പാർട്ടിയിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്നാലേ എന്തെങ്കിലും നേടാൻ പറ്റൂ. മിണ്ടി പറഞ്ഞതുകൊണ്ട് എല്ലായിടത്തും ഇപ്പൊ കോൺഗ്രസ് പാർട്ടിന്റെ അകത്ത് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ നോക്കുന്നത് കാണണം, നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ നോക്കുന്നത് കാണണം. അതല്ല ഇനി പുറത്ത് വിടാനുള്ള ചാറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമുള്ള സാധനങ്ങളാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആർമി ഇത് എപ്പോഴോ പുറത്തു വിടില്ലേ. ഇപ്പൊ അവൻ പറയുന്നത് ഈ സ്ത്രീകൾക്കൊക്കെ ഇവൻ ആരാ? കാമദേവനാ? ആരാണ് ഇവൻ? ഇവനെ പിന്നാലെ എല്ലാ സ്ത്രീകളും അങ്ങോട്ട് പോവുമായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് ഒരു കമ്മിറ്റി വെക്കട്ടെ. യൂത്ത് കോൺഗ്രസ് അടക്കം KSU അടക്കമുള്ള പെൺകുട്ടികൾക്ക് ഇവൻ ചൂഷണം ചെയ്തത് മറുപടി പറയാൻ വരട്ടെ. എങ്ങനെയാണ് ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് വരിക? അപ്പോൾ ആ പ്രയോഗിക്കുന്ന സ്ത്രീ, അതായത് ഒരു പുരുഷനെ കോഴി എന്ന് പ്രയോഗിക്കുമ്പോൾ അത് ആ പ്രയോഗിക്കുന്ന ആ സ്ത്രീ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചിന്തിക്കില്ലേ? ആ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ ആ പുരുഷനെ ഏത് ദ്വയാർത്ഥത്തിലാണോ പറഞ്ഞത് അതേ ദ്വയാർത്ഥത്തിൽ തന്നെയുള്ള പെടക്കോഴിയാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് നീതിബോധമുള്ള സമൂഹം അത് ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി പരാമർശിക്കും, പറയുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള സൈബർ ആക്രമണം എന്ന് പറയുന്നത് സൈബർ ആക്രമണമല്ല, നിങ്ങൾ പൊതുസമൂഹത്തെ ആക്രമിച്ചതിൻ്റെ പ്രതിഫലനം, അത്രയേ ഉള്ളൂ. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് നിങ്ങളൊരു അല്ലെങ്കിൽ ഒരു വൺ സൈഡ് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നീതിശാസ്ത്രം പ്രസംഗിക്കുമ്പോൾ പറ്റുന്ന ഒരു അപജയമാണ് ഇതിനകത്ത് സംഭവിച്ചത്. അതിനകത്ത് ഡോക്ടറേറ്റൊക്കെ ഉണ്ടെന്നോ അല്ല ഡോക്ടറേറ്റ് കുറേ ചേർത്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്കറിയാം, ഇപ്പോൾ പണ്ടത്തെ കാലത്തായിരുന്നു ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, ഒരു അഡ്വക്കറ്റ് എന്നൊക്കെയുള്ള ഒരു ടാഗിളിൽ വരുമ്പോൾ അതിനൊക്കെ പൊതുസമൂഹം കുറേ വില കൽപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ള പല ഡോക്ടറേറ്റും പല അഡ്വക്കറ്റും എന്നൊക്കെ പറഞ്ഞ് ABCD ചുവനേരെ പോലും പറയാൻ അറിയില്ലാത്ത കുറേ നേതാക്കന്മാരൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കർണാടകത്തിലൊക്കെ പോയി കിടന്നുകൊണ്ട് എത്ര PG ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ഗ്രാജുവേഷനുണ്ട്, ഡോക്ടറേറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഡോക്ടറേറ്റ് ഉണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നവർ LKG പഠിക്കുന്ന പിള്ളേരെക്കാളും കഷ്ടമായിട്ട് കിടന്നുകൊണ്ട് ഇംഗ്ലീഷൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഇവരുടെയൊക്കെ ഈ ഡോക്ടറേറ്റിൻ്റെ ഒക്കെ ക്വാളിറ്റിയൊക്കെ. അതുകൊണ്ട് ഈ ഡോക്ടറേറ്റൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, ആദ്യമേ എന്തെല്ലാം ഡിഗ്രി ഉണ്ടായിട്ടും കാര്യമില്ല. മാനവിക ബോധം
സാമൂഹ്യ നീതിബോധം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനായി നിന്നുകൊണ്ട് സംസാരിക്കാൻ പഠിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആക്രമണവും ഉണ്ടാവില്ല. അതല്ലാതെ തങ്ങളോട് ഒത്തുചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് എതിർഭാഗത്ത് നിൽക്കുന്നവരെ വളരെ മ്ലേച്ഛമായിട്ട് അതിനികൃഷ്ടമായിട്ട് നിഷ്ഠൂരമായിട്ട് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസൃതമായിട്ടുള്ള തിരിച്ചുകിട്ടൽ ഉണ്ടാകും. പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.